ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രം ഗസയിലെ വംശഹത്യ അല്ലെങ്കിൽ ഗസയിലെ നരഹത്യക്ക് ചെറിയൊരു കുറവ് വരുത്തിയിട്ട് ഇപ്പൊ അതിന്റെ നരഹത്യ തുടർന്നുകൊണ്ടിരിക്കുന്നത് ലെബനോനിലാണ്. 47ഓളം പേരാണ് ഈ ഇന്നലത്തെ മാത്രം അറ്റാക്കില് ലെബനോനിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. 90ഓളം പേർക്ക് പരിക്ക് പറ്റുകയും കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ പറയുന്ന ഹിസ്ബുള്ളയും അതേപോലെ തന്നെ ഇസ്രായേലും ഇന്നലെ ഒരു വെടിനിർത്തലിലേക്ക് എത്തി, അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ കരാർ ഇവര് ഈ രണ്ട് ടീമുകൾ തമ്മിൽ നിലവിൽ വരുന്നു എന്ന് പറയുന്ന വാർത്തകളെല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും അത്തരം വാർത്തകൾ പുറത്തുവിടുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോ ആ നിലവിൽ വരാൻ പോകുന്നു എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ഇസ്രായേല് വീണ്ടും കയറി ഈ പറയുന്ന ലെബനോനില് അടിച്ചിട്ടുണ്ട്. മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്, ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട്, പ്രിസിഷൻ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള അറ്റാക്ക് ഇന്നലെ യഥാർത്ഥത്തില് ട്രംപും അതേപോലെ തന്നെ ഖത്തർ അടക്കമുള്ള ടീമുകൾ ഈ പറയുന്ന ലെബനോന്റെ അറ്റാക്കിൽ ഇടപെട്ടിട്ട് പോലും ഇസ്രായേലിനെ ഇന്നലെ അടക്കി നിർത്താൻ അമേരിക്കക്ക് പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ ഇസ്രായേല് ആ കരാറിനെയും കൂടെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോ ഇതിന്റെ ഒരു വേറൊരു വശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഓൾറെഡി ഇസ്രായേല് ലോകത്തിന്റെ മുന്നില് നാണം കെട്ട് നാറി നിൽക്കുകയാണ്. അത് രണ്ട് കാരണം കൊണ്ടുണ്ട്. ഒന്ന്, ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ജൂതന്മാരല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഇസ്രായേലരല്ലാത്ത ആളുകളെ മനുഷ്യരായിട്ട് പോലും കൺസിഡർ ചെയ്യുന്നില്ല. അവർക്ക് കൊന്നു തള്ളാനും അവർക്ക് തീരുമാനമാക്കാനുള്ള മനുഷ്യരായിട്ട് മാത്രമാണ് ആ രാജ്യത്തിന്റെ ചുറ്റുഭാഗത്തുള്ള ബാക്കിയുള്ള ആൾക്കാരെ ഇസ്രായേൽ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോ ഇത് തിരിച്ചറിയാവുന്ന ആളുകള് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇസ്രായേലിനെതിരെയുള്ള പോസ്റ്റുകളും ഇറക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ സിമ്പതൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇസ്രായേലിന് ഒരു സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അടികള് പുള്ള് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 32 വയസ്സായിട്ടുള്ള ഞങ്ങളെ കേണൽ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളും ഇസ്രായേൽ ഇടുന്നുണ്ട്. മാത്രമല്ല ഹമാസ് ലോകത്തിന് തന്നെ ഭീഷണിയാണ്, ഹിസ്ബുള്ള ലോകത്തിന് തന്നെ ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഇടുമ്പോ അതിന്റെ താഴെയുള്ള കമന്റുകൾ നോക്കിയാൽ മനസ്സിലാവും ഹിസ്ബുള്ള നിങ്ങൾക്ക് മാത്രമാണ് ഭീഷണി, അത് നിങ്ങൾ ചെയ്ത ചെയ്തി കൊണ്ടാണ് നിങ്ങൾക്ക് അത് ഭീഷണിയായിട്ട് വരുന്നത് എന്നുള്ളതും കൂടിയാണ്, ഇത്തരത്തിലുള്ള പോസ്റ്റുകളും കൂടിയാണ് ഇതിന്റെ ഈ പറയുന്ന കണ്ടന്റുകളൊക്കെ താഴെ വരുന്നത് എന്നുള്ളതാണ്. അപ്പോ ഈ പറയുന്ന ഇറാൻ ആൻഡ് അമേരിക്ക കരാറ് നടപ്പിലാക്കാതിരിക്കുക, അതേപോലെ തന്നെ ഇസ്രായേലിന്റെ പക, അതായത് എന്താണ്, അങ്ങോട്ട് പോയി ചൊറിഞ്ഞിട്ട് ഇങ്ങോട്ട് അടി വാങ്ങുമ്പോ ആ കിട്ടിയ അടിക്ക് ഇസ്രായേൽ വെക്കുന്ന പക എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കൂടെ ഈ ഒരു യുദ്ധം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് തല്ലിയവനെ തിരിച്ചു തല്ലുക എന്നുള്ളതല്ല, തല്ലിയവന്റെ കുടുംബത്തെയും തല്ലിയവന്റെ അയൽവാസികളെയും തല്ലിയവന്റെ നാട്ടുകാരെയും തല്ലിയവന്റെ അകന്ന ബന്ധുക്കളെ അടക്കം തല്ലുന്ന രീതിയിൽ തീർക്കുന്ന രീതിയിലാണ് ഇസ്രായേലിന്റെ ചെയ്തികൾ യഥാർത്ഥത്തില് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം യഥാർത്ഥത്തില് ഇവർക്കില്ല. ഇവര് കാണുന്നത് ഇസ്രായേലികളെ മാത്രം മനുഷ്യരായിട്ടും ഇസ്രായേലരല്ലാത്ത ജൂതവംശത്തിൽ പെടാത്ത മനുഷ്യരെ മനുഷ്യരായിട്ട് പോലും കൺസിഡർ ചെയ്യുന്നില്ല. അവരെക്കാളും താഴ്ന്ന, അവർക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിഭാഗം മാത്രമായിട്ടാണ് ഇവർ കാണുകയും കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇതാമിർ ബെൻ ഗവീർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് ഇസ്രായേലിലെ ഒരു അമ്മയുടെ കണ്ണുനീർ, ഒരു അമ്മയ്ക്ക് കണ്ണുനീർ പൊടിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1000 അമ്മമാരുടെ, ലെബനീസ് അമ്മമാരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിയണം എന്നാ പറയുന്നത്. 1000 അമ്മമാരുടെ കണ്ണുനീര് പൊടിയണം എന്നാ പറയുന്നത്. അതിലിപ്പോ ഏകദേശം 47 ആയി. 90 പേർക്ക് പരുക്കും പറ്റി. ഏകദേശം 137ഓളം സംതിങ് ആയി. ഇനിയുണ്ട് ഇവർക്ക് കൊന്നു തീർക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് എങ്കിലും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പും അതേപോലെ തന്നെ ശക്തമായിട്ടുള്ള തിരിച്ചടികളും ഇസ്രായേലിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഗസയിലോട്ട് ഹമാസിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് പോയ പോലെയല്ല ലെബനോനിലോട്ട് ഈ പറയുന്ന ഹിസ്ബുള്ളനെ ഒതുക്കാൻ പോയപ്പോ സംഭവിച്ചത് എന്നുള്ളതാണ്. ഈ പറയുന്ന ഹമാസ് എന്ന് പറയുന്നത് ഈ പലസ്തീനിലുള്ള ചെറിയൊരു സംഘടനയാണെന്നുണ്ടെങ്കിൽ ലെബനോനിലെ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ലെബനോൻ എന്ന് പറയുന്ന ഒരു പരമാധികാര രാജ്യത്തിനകത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഈ പറയുന്ന ഹമാസിനേക്കാളും ആക്സസ് ഉണ്ട്, ഹമാസിനേക്കാളും കൂടുതൽ അലൈസും ഉണ്ട്.
അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ഇസ്രായേലിനെ നേരിടാനുള്ള എല്ലാ കരുത്തും യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള ആർജിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതും കൂടെ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോ ഹിസ്ബുള്ള IDF-നെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ മർക്കാവ ടാങ്കിനെ വെടിവെച്ചിട്ട് അതിനകത്തുനിന്ന് 4 പേരെ തീരുമാനാക്കാനൊക്കെ ഹമാസിനെ കൊണ്ട് സാധിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഹിസ്ബുള്ള അങ്ങനെയല്ല എന്നുള്ളതാണ്. ഇതിന്റെ ദേഷ്യവും ഇതിന്റെ രോദനവും യഥാർത്ഥത്തില് ഇസ്രായേലിലെ മോഡ്രിച്ചിന്റെ അടക്കം അല്ലെങ്കിൽ മോഡ്രിക്കിന്റെ അടക്കമുള്ള പോസ്റ്റുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇവർ ഈ കാര്യങ്ങൾ നോക്കിക്കാണുന്നത് എന്നുള്ളത്. അത് മാത്രമല്ല, അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആണ് ഇസ്രായേൽ എന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഇസ്രായേലിന്റെ ബാക്കി 52 സ്റ്റേറ്റുകളാണ് അമേരിക്കയിൽ, 50 സ്റ്റേറ്റുകളാണ് അമേരിക്കയിൽ കിടക്കുന്നത് എന്നുള്ളതാണ്. കാരണം ട്രംപിനോ JD വാൻസിനോ ഇസ്രായേലിനെ അടക്കി നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ട്രംപ് വന്നിട്ട് ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ പുകഴ്ത്തുന്നത്. പക്ഷെ JD വാൻസ് വേറെയും പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ്. അപ്പോ FPV ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടും അതേപോലെ തന്നെ അമ്യൂണിഷൻ ഉപയോഗിച്ചിട്ടും യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള ഈ IDF-നെ ഡയപ്പർ ടീമിനെ ശക്തമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, കണ്ണിച്ചോരയില്ലാത്ത രീതിയിൽ ഈ പറയുന്ന മനുഷ്യത്വമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇസ്രായേൽ ഇപ്പൊ ലെബനോനില് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന അപ്പാർട്ട്മെന്റുകൾക്ക് ബോംബിടുക, ഷോപ്പിംഗ് മാളുകൾക്ക് ബോംബിടുക, കടകൾക്ക് നേരെ ബോംബിടുക, അതേപോലെ തന്നെ സ്കൂളുകൾ പോയിട്ട് ബോംബിടുക, ഇതിനൊക്കെ ലെജിറ്റിമൈസ് ചെയ്യുന്ന വീഡിയോസും യഥാർത്ഥത്തിൽ ഇസ്രായേൽ പുറത്തുവിടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുള്ള ഒരു വീഡിയോയില് അവർ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ അപ്പാർട്ട്മെന്റുകൾക്ക് അടിയിൽ ഹിസ്ബുള്ളയുടെ തുരങ്കം, അതേപോലെ തന്നെ ഈ പറയുന്ന ഷോപ്പിംഗ് മാളുകൾക്ക് അടിയിലെ ഹിസ്ബുള്ളയുടെ തുരങ്കം, അതേപോലെ തന്നെ സ്കൂളുകൾക്ക് അടിയിലെ ഹിസ്ബുള്ളയുടെ തുരങ്കം, മനുഷ്യരെ ഷീൽഡ് ആക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാ പറയുന്നത് അവര്. അപ്പോ ഇവർ അറ്റാക്ക് ചെയ്യുന്നത് സാധാരണ ജനങ്ങൾക്ക് മേലെയല്ല, ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് ഈ പറയുന്ന ഷോപ്പിംഗ് മാളുകൾക്കൊക്കെ അടിയിൽ തുരങ്കം നിർമ്മിച്ച് അതിനകത്ത് ആയുധങ്ങൾ വെച്ചിട്ടുള്ള ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഞങ്ങൾ അറ്റാക്ക് നടത്തുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. പക്ഷെ അത് അവർ മുന്നോട്ട് വെക്കുന്ന ആ ഒരു വാദം യഥാർത്ഥത്തില് ഇതാമിർ ബെൻഗവീറിന്റെ പോസ്റ്റ് വന്നതോടുകൂടെ പൊളിഞ്ഞു എന്നുള്ളതാണ്. ഷോപ്പിംഗ് മാളുകൾക്കും സ്കൂളുകൾക്കും അതേപോലെ തന്നെ അപ്പാർട്ട്മെന്റുകൾക്കും നേരെ അറ്റാക്ക് നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അവിടെയുള്ള മനുഷ്യരെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഏതൊരു സമൂഹത്തിനെയും ഇമോഷണലി അവരെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറയുന്നത് അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും ഇല്ലാതാക്കുന്നതാണ് എന്നുള്ളത് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. ചരിത്രാതീത കാലം മുതൽ തന്നെ ഇസ്രായേൽ ആർജിച്ചെടുക്കുകയും ഇസ്രായേൽ പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പൊ അതിനെ അവർ യഥാർത്ഥത്തില് ഗസയിൽ നടപ്പിലാക്കി, അതേപോലെ തന്നെ അവര് ലെബനോനിൽ നടപ്പിലാക്കുന്നു. ഏറ്റവും കൂടുതൽ കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെട്ടതാണ് ഗസയിൽ, നമുക്കറിയാം. അതേപോലെ തന്നെ അതേ വഴി തന്നെ അതേ പാറ്റേൺ തന്നെ അവര് ഈ ലെബനോനിലും അവർ യഥാർത്ഥത്തിൽ ഫോളോ ചെയ്യുന്നതായിട്ടും കൂടെ നമ്മൾ കാണണം എന്നുള്ളതാണ്. ഇപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിൽ കൂടെ ഈ പറയുന്ന രീതിയിൽ സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും ആക്രമണം നടത്തുന്ന സമയത്ത് ഏതൊരു മനുഷ്യനും തളർന്നില്ലാണ്ടായി പോവും. അതേ സൈക്കോളജിക്കൽ മൂവ് ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇസ്രായേലും IDF-ഉം യഥാർത്ഥത്തിൽ ലെബനോനില് പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഈ മനുഷ്യരുടെ ചെറുത്തുനിൽപ്പിനെ കുറിച്ച് ഇവർക്ക് യാതൊരു ധാരണയും ഇല്ലാണ്ടായി പോയി എന്നുള്ളതും കൂടെ ഈ വാറിന്റെ കൂട്ടത്തിൽ കാണേണ്ടതാണ്. അപ്പോ ഖത്തറും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങള് ഇസ്രായേലുമായിട്ട് ഒരു കരാറിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേല് ഒരു കരാറിനെ മാനിക്കാത്ത ആൾക്കാരാണ്, അവർക്ക് ഒരു കരാറും ബാധകമല്ല എന്നുള്ളതും ഈ ലോകത്ത് ഇസ്രായേൽ നിലവിൽ വന്നത് മുതൽ ആളുകൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം UN-ന്റെ കരാറുകൾ ലംഘിക്കുന്നുണ്ടെങ്കിൽ, മറ്റ് പാർട്ടീസുമായിട്ട് ഏർപ്പെട്ടിട്ടുള്ള കരാറുകൾ ലംഘിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എല്ലാ കരാറുകളും ലംഘിക്കുക മാത്രം ചെയ്തിട്ടുള്ള ഒരു രാജ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇസ്രായേൽ മാത്രമാണെന്നുള്ളത് അന്താരാഷ്ട്ര സമൂഹത്തിന് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഈ വ്യക്തത യഥാർത്ഥത്തിൽ ഹിസ്ബുള്ളയ്ക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഒരു കരാറിനെ ഹിസ്ബുള്ള ആക്ച്വലി പുല്ലുവില കൊടുക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇതേപോലെ ഒരു കരാർ നിലവിൽ വരികയും സീസ് ഫയർ ഉണ്ടാവുകയും ചെയ്തതാണ്. എന്നിട്ട് എന്താ സംഭവിച്ചേ? ഹിസ്ബുള്ള ആക്രമിച്ചു എന്നും പറഞ്ഞിട്ട് ഏകപക്ഷീയമായിട്ട് ഈ കരാറിൽ നിന്നും ഇസ്രായേല് പിന്മാറിപ്പോവുക ചെയ്തേ. ആ ഇസ്രായേലിനോട് തന്നെയാണ് വീണ്ടും ഈ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ പോയിട്ട് വീണ്ടും ഒരു കരാറിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു കരാറിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഹിസ്ബുള്ളയുമായിട്ടും ഈ പറയുന്ന ഇസ്രായേലുമായിട്ട് ഒരു കരാർ വെച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്.
അവർക്ക് ആകെ അറിയാവുന്ന ഒരേ ഒരു ഭാഷ എന്ന് പറയുന്നത് അത് യുദ്ധത്തിൻ്റെതാണ്, അത് കൊള്ളയുടേതാണ്, അത് കൊള്ളിവെപ്പിന്റേതാണ്, അത് മനുഷ്യ സമൂഹത്തിനോട് ഈ പറയുന്ന ബഹുമാനമില്ലായ്മയുടെയും ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സാധനം തൊട്ട് തീണ്ടാത്തതിന്റെയുമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്.